ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എന്തായാലും കൃപ വന്നതിന് ശേഷം തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമാവുക കേട്ടോ ചെയ്യുന്നത്. കാരണം കൃപ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇവിടെ വന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കൺമണിയും അതുപോലെ എൻ്റെ ഏട്ടനും തമ്മിലെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എപ്പോഴും ഒന്നാവണം, അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ്. പക്ഷേ അച്ഛനോ അമ്മയോ ആരും അറിഞ്ഞില്ല. ജയമോഹൻ അങ്കിളുടെ കൂടെ നേരെ തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പം എന്തായാലും അങ്കിൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരെയും സ്വീകരിക്കാൻ, എന്നെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീട്ടിലാണ് കാണിക്കുന്നത്. അങ്ങനെ ജയമോഹൻ വീട്ടിലേക്ക് തന്നെ വരുന്നു. അതിനുശേഷം ആൻറ്റിയമ്മ പറയുന്നത് ജയ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സാഗറും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഹേമയും അതുപോലെ തന്നെ മാനസിയും എല്ലാവർക്കും അത് കാണുന്നത് സന്തോഷമാണ്. പക്ഷെ മാനസിക്കാണെങ്കിലോ ഇതെന്ത് പ്ലാനാണ് ഇവർ ചെയ്തിരിക്കുന്നത്? ഇവരുടെ കൂടെ കൃപയും വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മാനസിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ജർമ്മനിയിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോയാലാണ് കൺമണിയെ നാട്ടിലിട്ട് ഒതുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എന്തായാലും മാനസിക്ക് അറിയാം. അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ജയമോഹൻ പറയുന്നുണ്ട്, എന്തായാലും എവിടെ മോളെവിടെയും ചോദിക്കും. അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കൃപ വരട്ടെ, എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. എന്തായാലും ജയമോഹനോട് അപ്പോൾ ഹേമ പറയുന്നുണ്ട്, ഇവിടുന്ന് പോയപ്പോൾ സാഗറിനെയും സുജുവിനെയും അതുപോലെ കൃപയൊക്കെ മതിയല്ലേ, എന്നെ വേണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ എല്ലാം അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ എന്തിനാ എനിക്കൊരു ഫോർമാലിറ്റി, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ജയമോഹൻ ഹേമയോട് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പോയി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ സാഗറും സുജുവും കൂടി അവരുടെ റൂമിലേക്ക് പോകുന്നു. മാനസികയാണെങ്കിലോ ആകെ ടെൻഷനായി നിൽക്കുകയാണ്, ഇത് എന്ത് പ്ലാനാണെന്ന രീതിയിൽ. അപ്പോഴത്തേനും ചേച്ചിയമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ മനസ്സിൽ നീ അന്തം വിട്ട് നിൽക്കുന്നത്? ആദ്യമ്മ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൃഷ്ണന് ജർമ്മനിലേക്ക് പറഞ്ഞയക്കേണ്ട കാര്യം അത് നടന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനെന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? കൺമണിയുമായിട്ട് അവനെ പിരിക്കണ്ടേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ വന്നില്ലേ എല്ലാവരും? നിങ്ങളുടെ കല്യാണം ഓണം കഴിഞ്ഞാൽ നടക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? അത് കൂടുതൽ ഈസിയല്ലേ, ഇതെല്ലാം നടക്കുമോ ചോദിക്കുമ്പോൾ തീർച്ചയായും നടക്കും, ഈ ആൻറ്റിയമ്മയല്ലേ പറയുന്നത്, നടത്തി തന്നിരിക്കുന്നു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കൃപയാണെങ്കിലും കൺമണിക്കും കൃഷ്ണനും വളരെയധികം സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഏട്ടത്തിയമ്മ പറയും, എന്തൊക്കെയുണ്ട് വിശേഷം, നല്ല സുഖമാണോ, ഏട്ടൻ്റെ കൂടെ നന്നായി നോക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിവാഹം അത് എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ല മാനസ തടസ്സമായി നിൽക്കില്ലേ, അവളൊക്കെ പോകാൻ പറ, ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഈ ഓണം ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിയോ? എന്തായാലും സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, സദ്യയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ആരാ മോളെ എന്ന് കൃഷി ചോദിക്കുമ്പോഴത്തേനും അതെന്താ, നമ്മുടെ സൂപ്പർ കൺമണി തന്നെയാണ്, പറയില്ലേ ആനയ്ക്കറിയില്ലല്ലോ ആനയുടെ വരുമ്പം എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നാൽ ശരിയാവില്ല, മാനസ അത് സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെ കൃഷ്ണനോട് കൺമണി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതൊക്കെ ശരിയാവും, ഞാനല്ലേ പറയുന്നത്, നീ ഒന്ന് വന്നു നോക്ക്, അപ്പോഴല്ലേ കാര്യങ്ങൾ, ഞാൻ ഉള്ളപ്പോൾ ഒന്നിനെ പേടിക്കേണ്ടതെന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ ശ്രീദേവി വരുന്നുണ്ട് കേട്ടോ. ശ്രീദേവിയാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇതായിരുന്നു ഇവരുടെ പ്ലാനിങ്, മാനസി വിളിച്ച് കാര്യങ്ങൾ പറയണം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നെ മാനസി വിളിച്ച് പറയുന്നുണ്ട്, എന്തായാലും കൃപ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ്. പക്ഷേ ഒരു വിശിഷ്ട അതിഥി വീട്ടിലേക്ക് വരും, അതാരാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി തന്നെ. അവരെന്തായാലും കൺമണിയുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്, അവരുടെ വിവാഹം കഴിപ്പിക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അവൾ എന്തായാലും വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് ആ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം എന്ന് മാനസിയും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും പെട്ടെന്ന് തന്നെ കൃപ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗറിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേനാണ് സുജു വരുന്നത് കേട്ടോ. സുജു പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഞാൻ അവിടെ നിന്നു, എന്നിട്ട് പോലും എന്നോട് പറയാതെ നാട്ടിലേക്ക് വന്നല്ലേ, ഞാൻ നിന്നോട് പിണക്കമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ പിണങ്ങി എങ്ങനെയാണ്, പിന്നെ എൻ്റെ പിണക്കം മാറണമെങ്കിൽ എനിക്കൊരു ഉമ്മ തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആദ്യം എനിക്ക് എന്നാലേ ഞാൻ തിരിച്ചു തരുള്ളൂ എന്ന് പറയും. ഞാൻ നമ്പറിൽ എണ്ണും 10 വരെ, അതിനുള്ളിൽ തന്നിരിക്കണം എന്ന് പറയുമ്പോൾ നമ്പർ തീരുന്നതിന് മുന്നേ തന്നെ കൃപയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. പിന്നെ നിൻ്റെ ഏട്ടനെ കാണാൻ പോയതിൽ വിഷമമൊന്നുമില്ല എനിക്ക്, കാരണം അതല്ലേ വേണ്ടത്, ഞങ്ങൾ ഇത്രയും ദിവസം നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ വെറുതെ കാണിച്ചതാ മോളെ എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണന് ഉമ്മ കൊടുക്കുന്നു. പിന്നെ ഈ മാനസിക്കാണെങ്കിൽ ഇതെല്ലാം കാണുന്നത് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
എന്തായാലും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ. എന്തായാലും നമ്മുടെ പക്ഷത്തു നിന്ന് ഈ വർഷം ഒരു വിശിഷ്ട ഗസ്റ്റ് കൂടി വരുന്നുണ്ടെന്ന് പറയുന്നു. അതാരാണെന്ന് പറയുമ്പോഴത്തേനും സൂപ്പർ കൺമണി തന്നെ എന്നൊക്കെ പാരീസിലേക്ക് ആ ഡിസൈൻ കൊടുത്ത് ആ അടിപൊളി സുന്ദരിയായിട്ടുള്ള നമ്മുടെ ഡിസൈനർ തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്തിനാ വേറൊരു അതിഥി എന്ന് പറയുമ്പോൾ അത് നടക്കില്ല എന്ന് നമ്മുടെ മാനസ പറഞ്ഞിട്ട് വരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, വേറെ കൺമണിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഡിസൈൻമാർക്കൊക്കെ ദേഷ്യമാവില്ലേ എന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക കൺമണിയെ വിളിക്കുമ്പോഴത്തേനാണ്, അല്ലാതെ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജയനങ്കിൾ അങ്കിളൊന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവളെ തന്നെ വിളിക്കാമെന്ന് ജയനങ്ങളോട് പറയാം കേട്ടോ കൃപ. ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു, അവളെ തന്നെ വിളിച്ചാൽ മതി, നമ്മുടെ കൺമണിയെ. അവളാണ് നമ്മുടെ കമ്പനിയിലെ എല്ലാം അവൾ തന്നെയല്ലേ, അവളായിരിക്കും സ്പെഷ്യൽ ഗസ്റ്റ്. കൃഷ് എന്ന് പറയുന്നു ചോദിക്കുമ്പോഴത്തേനും ഞാനെന്ത് പറയാനാ, അങ്കിൾ തീരുമാനിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. മാനസയുടെ ഈ പ്ലാനിങ്ങും പൊളിഞ്ഞു പോയിരിക്കുക കേട്ടോ. പിന്നീടും നമ്മുടെ വരുണിനെയും അനിരുദ്ധൻ സാറിനൊക്കെ കാണാനായിട്ട് പോന്നു. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, കൃപ വന്നപ്പോൾ അവൾക്ക് വലിയൊരു സപ്പോർട്ടായി. കൃഷിൻ്റെ കൺമണിയും വിവാഹം നടത്താൻ വേണ്ടി തന്നെയാണ് അവൾ വന്നിരിക്കുന്നത്. പക്ഷെ അവൾ എനിക്കിട്ടൊന്ന് താങ്ങുന്നുണ്ട് ആ ഒരു കൃപ. അവൾ മരിച്ചു പോകുന്നൊക്കെയല്ലേ ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല എന്ന് പറയുന്നു. പിന്നീട് ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അത് കൺമണിയാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവളെ അങ്ങനെ സൂചിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവളെ ഒന്നും കാണിക്കരുത്, എനിക്ക് വേണം അവളെ എന്ന് വരുണെന്ന് പറയുന്നുണ്ട്. വരുണേ, നിനക്ക് തന്നെ അവളെ കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ വന്ന് തോപ്പിയിട്ടിട്ട് അവൾ ഇറങ്ങുന്ന സമയത്ത് നിൻ്റെ അടുത്ത് തന്നെ അവൾ വരും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലാതെ വേറെ എങ്ങോട്ട് അവൾ പോകാനാണെന്ന് പറയുന്നു. ഞാനൊരു പ്ലാൻ തയ്യാറാക്കി, അതിലൂടെ തന്നെ സഞ്ചരിക്കാൻ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. മേഡം എന്ത് തീരുമാനിച്ചാലും ഞങ്ങളത് നടത്തിയിരിക്കും എന്നും അനിരുദ്ധൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം ആവശ്യ സമയത്ത്. പിന്നെ കുറച്ച് മീഡിയാസ് എൻ്റെ സുഹൃത്തുക്കൾ വരും, അവരുമായിട്ട് വരുണൊരു ഇൻ്റർവ്യൂ കൊടുക്കണം. അതിനുശേഷം തന്നെ അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കും. ഇനി ഒരിക്കലും തന്നെ ഓണം അവൾ ജയിലിൽ നിന്ന് തന്നെ ഉണ്ണേണ്ടി വരുമെന്ന് പറയുന്നു. ആ ദക്ഷ അവൾ രക്ഷിക്കില്ലേ അവരെ എന്ന് ചോദിക്കുമ്പോൾ, അവളെ എയറിൽ നിർത്താൻ വഴിയൊക്കെ എനിക്കറിയാമെന്ന് മാനസ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ അവൾ രക്ഷിച്ചുകൊണ്ട് പോവില്ല, ഇനി ഒരിക്കലും രക്ഷിക്കാൻ അവൾക്ക് കഴിയുകയില്ല. അത് രീതിയിൽ ഞാൻ പൂട്ടും. കൃഷ്ണനെ എനിക്ക് തന്നെ വേണം, കൺമണിയെ അത് വരുണിന് തന്നെ, അല്ലാണ്ട് അവർ രണ്ടുപേരും ഒന്നാവാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്ന് മാനസ തുറന്നടിച്ച് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വരുണ് പറയുന്നുണ്ട്, എന്തായാലും ഈ ഓണം കൺമണിക്ക് നല്ലൊരു ഓണമായിരിക്കുമല്ലോ, അവൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം, സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ വിജയിക്കട്ടെ എന്ന രീതിയിൽ മാനസയും അതുപോലെ തന്നെ അനിരുദ്ധൻ സാറും പറയുന്നതായിട്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കാണിക്കുന്നത്. എന്തായാലും പ്രമോ വിശേഷമായിട്ട് വൈകിട്ട്